ഹലോ ഫ്രണ്ട്സ്, എൻ്റെ അടുത്തുണ്ടല്ലോ ആദ്യം വീഡിയോസൊക്കെ ചെയ്തപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് നിൻ്റെ വീഡിയോ എന്താ ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ എൻ്റെ വീഡിയോസൊക്കെ പിസ്സ ഗോപുരമായിരുന്നു. അപ്പോൾ അതിനുള്ള മറുപടി എന്നോണമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിനുള്ള മറുപടി മാത്രമല്ല, ഇപ്പം നമ്മളിലാണെങ്കിലും ചാനൽ ജസ്റ്റ് തുടങ്ങാനായിട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ അവരുടെ മനസ്സിലുള്ളൊരു പേടി എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ലൊരു ട്രൈപോഡില്ല, എൻ്റെ കയ്യിൽ നല്ലൊരു ക്യാമറയില്ല, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും ടെൻഷനിലിരുന്നിട്ട് പിന്നീട് തുടങ്ങാമെന്ന് പറഞ്ഞ് നാളെ എന്ന് പറഞ്ഞ് ലോട്ടറി എന്നുള്ള പോലെ നീട്ടി വെക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഇൻസ്പിറേഷൻ എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് എൻ്റെ ആദ്യത്തെ ഷൂട്ടിംഗ് എക്യുപ്മെൻറ്റ്സ് ആണ്. സത്യം പറഞ്ഞാലുണ്ടല്ലോ ഒരു ആക്രക്കൂട്ടം എന്ന് വേണം നമുക്ക് പറയാനായിട്ടുള്ളത്. വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന സാധനങ്ങളെല്ലാം വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. എനിക്കത് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം വെച്ചാൽ ഒരു ടൈമിൽ ഞാൻ ശരിക്കും കുറച്ച് പണിയെടുത്തിട്ട് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാകും. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ട്രൈപോഡ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, ഈ ഒരു മോഡലൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. അതിപ്പോൾ ഫുഡിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാകും. ഓക്കെ, ആദ്യം തന്നെ ഞാൻ എൻ്റെ ഫോണിൻ്റെ കണ്ടീഷൻ കാണിച്ചു തരാം. ഇത് കണ്ട പൊട്ടിപ്പൊളി ഞാൻ അവിടെ നാശമായിട്ടിരിക്കുവാണ്. ഇത് പോക്കോ F1 ആണ്. ഞാൻ വാങ്ങിച്ചിട്ട് 1 വർഷം ഇപ്പോൾ കംപ്ലീറ്റ് ആയി. അവർ പറയുന്നത് വാട്ടർ കൂളിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ടെന്നാണ്. പക്ഷേ 5 മിനിറ്റ് മതി ഈ സംഭവം ഷൂട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഓവർ ഹീറ്റായിട്ട് നമുക്ക് കൈയൊക്കെ ശരിക്കും പൊള്ളുന്ന പോലെ ഫീൽ ചെയ്യും. അതുകൊണ്ട് ചില സമയത്തൊക്കെ എനിക്കിപ്പം വീഡിയോ എടുക്കുന്ന നിങ്ങൾ കാണുന്ന 10 മിനിറ്റിൻ്റെ അല്ലെങ്കിൽ 8 മിനിറ്റിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ദിവസം മൊത്തം ഇരുന്ന് ഷൂട്ട് ചെയ്യുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഹീറ്റ് ആകുമ്പോൾ നമുക്ക് കയ്യിൽ വെക്കാനായിട്ട് പറ്റത്തില്ല. ആ ഒരു കണ്ടീഷനിലാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു ചത്ത അവസ്ഥയിലാണ് ഈ ഫോണുള്ളത്. പിന്നെ മാത്രമല്ല എടുത്തപ്പോൾ തൊട്ട് കംപ്ലയിൻ്റ് ആണ്. ഞാൻ എടുത്തപ്പോൾ ഇതിന് 20,000 രൂപയായിരുന്നു. അപ്പോൾ തൊട്ട് കംപ്ലയിൻ്റ് ആണ്. അടിപൊളി ഫോണൊക്കെ ആണെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് മൊത്തം കംപ്ലയിൻ്റ് ആണ്. ഹാങ് ആയിരുന്നു, അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ക്യാമറ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ക്വാളിറ്റിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഫോണിനകത്തായിരുന്നു ഞാൻ ആദ്യത്തെ വീഡിയോസിന് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യം നിങ്ങൾക്ക് പോയി ഞാൻ പരിചയപ്പെടുന്നത് ഈ ഒരു സ്റ്റാൻഡാണ്. എൻ്റെ പണ്ടത്തെ വീഡിയോസൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന ഫ്ലവർ മേക്കിംഗ് ആണ്. അപ്പോൾ ഞാൻ എൻ്റെ കൈ കാണിച്ചുകൊണ്ട് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതെന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ചെറിയൊരു ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് ഉണ്ടായിരുന്നു. എൻ്റെ മുഖം ആളുകൾക്ക് ഇഷ്ടപ്പെടുമോ, എന്നെ ആളുകൾ അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ള ചെറിയൊരു ഇൻഫ്യൂരിറ്റി കോംപ്ലക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോസും വ്ളോഗിങ് ഒക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പം അങ്ങനെയുള്ള ഫീലുള്ളതായിട്ട് ഒരുപാട് മെസ്സേജസ് ഒക്കെ എനിക്ക് വരാറുണ്ട്. അപ്പോൾ അവരോടൊക്കെ ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ ഇതാക്കാനായിട്ടൊക്കെ പറ്റത്തുള്ളൂ. ഓക്കെ, അതൊക്കെ അവിടെ പോട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു സ്റ്റാൻഡിനെ പരിചയപ്പെടാം. ഇതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് വില കൂടിയ സ്റ്റാൻഡാണ് കേട്ടോ. കാരണം വെച്ചാൽ നമുക്ക് വെറുതെ ഇത് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം നമുക്കിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു ഫ്രിഡ്ജ് വേണം. അത് കേടായിട്ടുള്ള ഫ്രിഡ്ജ് തന്നെ വേണം. അതുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം നമുക്കിത് ഫ്രിഡ്ജിൻ്റെ പുറകിലെ ഏത് പാർട്ടിലാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഫ്രിഡ്ജിന് പിറകിലുള്ള ഒരു സംഭവമാണിത്. അതിൻ്റെ അകത്തുനിന്ന് ഞാനിങ്ങനെ ഇടിച്ചു പൊളിച്ച് ഇങ്ങനെ എടുത്തതാണ്. പഴയൊരു ഫ്രിഡ്ജ് വീട്ടിലുണ്ടായിരുന്നു. അതിൻ്റെ അകത്തുനിന്ന് ഇടിച്ചു പൊളിച്ചെടുത്ത സംഭവമാണ്. അതാണ് ഈ കാണുന്ന ഈ രണ്ട് സംഭവം എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഫ്ലെക്സിബിൾ ആട്ടോ. ഇത് നമുക്കിങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ വളയ്ക്കാനും ഇതിനനുസരിച്ച് ഷേപ്പ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. കുറച്ച് ഇത്തിരി ബലം പ്രയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് വീടിൻ്റെ പണി നടന്നപ്പോൾ നമ്മുടെ ജനലിൻ്റെ ആ ഒരു സൈഡിലത്തെ ആ ഒരു സംഭവമില്ല, ആ ഇങ്ങനെയുള്ളത്, അതിൻ്റെ ആ തുറന്നാണ് ഇത് എടുത്തിരിക്കുന്നത്. പിന്നെ മാത്രമല്ല ഇതെന്ന് പറയുന്നത് നമ്മുടെ സാധാരണ വീട്ടിലൊക്കെ ഉള്ള ചെമ്പ് കമ്പിയാണ്. നമ്മുടെ സാധാരണ ചെറിയ കട്ടി കുറഞ്ഞിട്ടുള്ള കമ്പികളൊക്കെ വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ നോക്കിയാൽ സത്യം പറഞ്ഞാൽ മൊത്തം ആക്രിയാണ് സംഭവം. അങ്ങനെ വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു ഷേപ്പ്, ഒരു ബാലൻസിങ് കിട്ടുന്ന രീതിയിൽ ആദ്യം നമ്മളിതൊരു കമ്പി വെച്ചിട്ട് ഈ ഒരു സംഭവം ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ ചുറ്റി ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിലൊരു ചെറിയൊരു പ്ലൈവുഡിൻ്റെ ഒരു ചെറിയൊരു പീസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തെന്ന് പറയുമ്പോൾ നമുക്കത് ഇത് കണ്ട ഇത് എൻ്റെ തലയിലിടുന്ന റബ്ബർ ബാൻഡാണ്. റബ്ബർ ബാൻഡ് വെച്ചിട്ട് നമുക്കിവിടെ ഫോൺ വയ്ക്കാനായിട്ട് പറ്റും. ഫോൺ വയ്ക്കുമ്പോൾ അത് കറക്റ്റ് ബാലൻസ്ഡ് ആയിട്ടിരുന്നോളും. പിന്നെ ഇതെന്ന് പറയുന്നത് ജസ്റ്റ് നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന വെറുതെ ഒരു തടിക്കഷ്ണമാണ്. തടിക്കഷ്ണത്തിൻ്റെ അകത്ത് വെറുതെ ഒരു അലൂമിനിയം ഇങ്ങനെ ഒരു ഷേപ്പിൽ എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുവാണ്. സത്യം പറഞ്ഞാൽ ഈ സംഭവം ഞാൻ ചെയ്യുന്നത് എനിക്ക് ആവശ്യമുള്ളതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് ഇപ്പം വേറെ ആരും എനിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ് ഈ സംഭവം ഞാൻ തന്നെ സെറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ കാര്യങ്ങളെല്ലാം വരുന്നത്. എന്നിട്ട് നമ്മൾ ഇനി ഇതിങ്ങനെ വെക്കും. ഇതിങ്ങനെ വെക്കുമ്പം വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എന്തെങ്കിലും കട്ടിയുള്ള എന്തെങ്കിലും വെക്കണം. കാരണം ഇല്ലെങ്കിൽ നമ്മുടെ ഫോൺ ഇങ്ങനെ വെക്കുമ്പം ചരിഞ്ഞു പോകാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കട്ടിയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ വെക്കുമ്പം നമുക്കിവിടെ മുകളിൽ ഫോൺ വെച്ചിട്ട് നമുക്ക് താഴത്ത്, അതായത് ഇപ്പോൾ നിങ്ങൾ ഫുഡ് ഐറ്റംസ് വല്ലതും ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഫ്ലവർ മേക്കിങ്ങോ പേപ്പർ ക്രാഫ്റ്റോ അങ്ങനെ ടേബിളിൽ വെച്ചിട്ടുള്ള സംഭവങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു മോഡലിൽ നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡ് റെഡിയാക്കി എടുത്ത് അടിപൊളിയായിരിക്കും. ഇവിടെ എന്തെങ്കിലും സപ്പോർട്ടിങ് ഉണ്ടെങ്കിൽ അധികം ഷെയ്ക്ക് ആകാണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് നല്ലൊരു സ്റ്റാൻഡ് കിട്ടുന്നതായിരിക്കും. എങ്ങനെയുണ്ട്? മൊത്തം ആക്രിയാണ്, പക്ഷേ ഉള്ള ഇതൊക്കെ വെച്ചിട്ട് അങ്ങ് ചെയ്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ആദ്യത്തെ സ്റ്റാൻഡ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ചാനലിൻ്റെ പേരാണ് AN വ്ളോഗ്സ്. പേര് കേൾക്കുന്ന പോലെ ഈ ഒരു ചാനൽ നമുക്ക് മൊത്തം കാണാനായിട്ട് സാധിക്കുന്നത് വ്ളോഗ്സ് ആണ്. ലൈഫ് സ്റ്റൈൽ വ്ളോഗറായിട്ടോ ജസ്റ്റ് ചാനൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും കട്ട സപ്പോർട്ട് AN വ്ളോഗ്സിൻ്റെ കൂട്ടത്തിൽ വേണം. അപ്പോൾ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കയറിയിരിക്കുന്ന ആ ലിങ്കിൽ നിങ്ങളൊന്ന് കയറുക. നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഒരു തുടക്കക്കാരായിട്ടുള്ള ഒരു ചാനലിൽ ഉള്ള ഒരാൾക്ക് പെട്ടെന്ന് കയറി വരാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കട്ട സപ്പോർട്ട് കൂട്ടത്തിലുണ്ടാകണം. ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാനൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും AN വ്ളോഗ്സ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് എല്ലാം
ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ടും മറക്കരുത്. അപ്പോൾ നമുക്കിവിടെ ഒരു സൈക്കിൾ കിട്ടിയിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ എവിടെ വെക്കും എന്നിങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. എനിക്കൊന്ന് പാടത്തെന്തോ എവിടെയോ പുല്ലിയഫാനായിട്ട് വന്നിട്ടുള്ള ഏതൊരു ചേട്ടൻ്റെ സൈക്കിളാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നമ്മുടെ ഈ സാധനം നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് എൻ്റെ മെയിൻ ഐറ്റം. ഇതാണ് ഈ ഒരു ട്രൈപോഡ് കാരണമാണ് എൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചത് എന്തുകൊണ്ടാണ് വീഡിയോ ചരിഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്കിത് പരിചയപ്പെട്ട് ഇതാണ് എൻ്റെ പിസ്സ ഗോപുരം. എൻ്റെ ഫേവറേറ്റ് സാധനം ഇതാണ്. കുറേ നാളെ എന്നെ വീഡിയോസ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്ത് എൻ്റെ മുത്താണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് എന്തായാലും എങ്ങനെയാണ് ചെയ്യുന്നത്, ഇത് ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് ഞങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാറ്റ് ഉണ്ടല്ലോ, നമ്മുടെ ബാറ്റിൻ്റെ ആ ഒരു പോർഷനാണ്. ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ആ ഒരു ബാറ്റിൻ്റെ പോർഷൻ ഇത്തിരി പകുതിക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു പോർഷൻ ഇവിടെ ഒരു സാധാരണ ഒരു തടി കഷ്ണമാണ്, അതിനകത്തോട്ട് ഇങ്ങനെ അടിച്ച് കയറ്റിയിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇവിടെയാണ് നമ്മുടെ ഫോൺ ഇങ്ങനെ വെക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ ഫോണാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമുക്കിത് ഇവിടെ ഇങ്ങനെ ഫോൺ വെക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ ആണി കൊണ്ട് ഈ ഒരു ഫോണിനെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഈ ഒരു പ്ലൈവുഡിൻ്റെ പീസ് ഇവിടെ വെച്ചിരിക്കുന്നത് ഫോണിനൊരു ബാലൻസ് ജസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളിതിങ്ങനെ വെക്കുമ്പോൾ നമുക്ക് നേരെയുള്ള ഫോട്ടോ ഫ്രണ്ട് ക്യാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെയുള്ള ഫോട്ടോ എടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഇനി തിരിച്ചാണ് വെക്കുന്നുണ്ടെങ്കിൽ ബാക്ക് ക്യാമിൽ ആരെങ്കിലും നോക്കാനായിട്ടുണ്ടെങ്കിൽ ബാക്ക് ക്യാമിലുള്ളത് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ സാധാരണ വീട്ടിലൊക്കെ കാണുന്ന ഒരു തടി കഷ്ണമാണ്. പിന്നെ ഇതിൻ്റെ ഈ ബാലൻസ് വന്നിരിക്കുന്നത് നമ്മുടെ ഇതുണ്ടല്ലോ, ഇതിൻ്റെ ഈ മുകളിലത്തെ ഈ ഒരു പോർഷൻ ബാക്കി ഞാനിവിടെ അടിച്ചിങ്ങനെ കയറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ സാധാരണ PVC പൈപ്പാണ്. എനിക്ക് ഇത് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബേസ് എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു PVC പൈപ്പ് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തുള്ള ഒരു കഷ്ണവും കൂടി ഉണ്ട് കേട്ടോ. അതും കൂടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഹൈറ്റ് കൂടും. പക്ഷേ അത്രയും ഹൈറ്റ് എനിക്ക് വേണ്ട. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു എഡ്ജ് ഉണ്ട്. ഈ ഒരു എഡ്ജിൻ്റെ വരുന്നത് ഇങ്ങനൊരു കൂർത്തിട്ടുള്ളൊരു പോർഷനിലാണ്. അപ്പോൾ നമുക്കിതിങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രൈപോഡിൻ്റെ ഹൈറ്റ് കൂടും. അപ്പം ഈ ഒരു സംഭവം കൂടി ഇനി എക്സ്ട്രാ ഒരു പൈപ്പ് ഉണ്ട്, അതും കൂടി എടുത്തിട്ട് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഹൈറ്റ് കൂടും. ഇപ്പം തന്നെ ഏകദേശം കണ്ടോ. ഇനി ഒരു സംഭവങ്ങളും കൂടെ ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ സിറ്റ് ഔട്ടിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇത്രയും ഹൈറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഒരെണ്ണം കൂടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇത്രയും നല്ല ഹൈറ്റ് വരും. എന്നിട്ട് നമ്മളിതേ നേരെ ഇങ്ങനെ വെക്കുമ്പം നമ്മുടെ ട്രൈപോഡ് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മളിത് ഇവിടെ ഫോൺ ഇങ്ങനെ വെക്കുക, ക്യാമറ ഓൺ ചെയ്യുക, നേരെ വ്ളോഗ് എടുക്കുക. ഇങ്ങനെയാണ് സംഭവം. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ ട്രൈപോഡ്, എൻ്റെ പിസ്സ ഗോപുരം. കണ്ടോ, ഇതിൻ്റെ ഈ ഒരു ഷേപ്പ് തന്നെ കണ്ടില്ലേ? അയ്യോ, ഇതിൻ്റെ ഒരു ഷേപ്പ് തന്നെ കണ്ടില്ല, ഒരു ഇത്തിരി ചരിഞ്ഞിട്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരുന്നു ആദ്യത്തെ എൻ്റെ വീഡിയോസിന് ചെറിയ ഒരു ചരിവൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു PVC പൈപ്പ് വേറൊരു PVC പൈപ്പിൻ്റെ ഇങ്ങോട്ട് നമുക്കിങ്ങനെ കയറ്റണമല്ലോ. ഇതിങ്ങനെ കയറ്റാനായിട്ടുള്ള ഈ ഒരു ഗ്യാപ്പും ഇങ്ങനത്തുള്ളൊരു സംഭവം ഞാൻ ചെയ്തെടുത്തത് നമ്മുടെ ഗ്യാസ് ഉണ്ടല്ലോ, നമ്മൾ നേരെ ഇങ്ങനെ തീയിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് അതാകുമ്പോൾ നല്ല രീതിയിൽ അത് ഉരുകി വരും. അപ്പോൾ നമ്മൾ എന്നിട്ട് അതിൻ്റെ വേറൊരു പൈപ്പ് എടുത്തിട്ട് അതിൻ്റെ അങ്ങോട്ട് പുഷ് ചെയ്ത് വയ്ക്കുമ്പോൾ രണ്ടും കൂടെ ഫിക്സ് ആകുന്ന രീതിയിൽ നമുക്ക് ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ കിട്ടും. അങ്ങനെയാണ് ഞാൻ 4 പീസ് ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തത്. ഇത്രയൊക്കെ ആയിരുന്നു എൻ്റെ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും. ഇതൊക്കെയാണ് ആദ്യം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞു കേട്ടിട്ട് ഞാൻ വലിയ സംഭവമായി, ഞാൻ വലിയ പ്രസ്ഥാനമാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ചെറിയ രീതിയിൽ ഗ്രോ അപ്പ് ചെയ്ത് വളർന്നു വരുന്ന ഒരു ചെറിയൊരു ചാനലാണ്. പക്ഷെ ഇത്രയും നാളത്തെ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ലിമിറ്റേഷൻസ് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളവർക്ക് ഇപ്പം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളില്ലെങ്കിൽ അത് വാങ്ങിത്താന്ന് പറഞ്ഞ് ഒരിക്കലും നമ്മൾ വാശി പിടിക്കേണ്ട കാര്യമില്ല, വീട്ടുകാരോട് പറയേണ്ട കാര്യമില്ല. ഇപ്പം അവർക്ക് അതിനുള്ള ഒരു എബിലിറ്റി, വീട്ടിലൊരു ഫിനാൻഷ്യൽ അത്രയും ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ പോലും ഇതുപോലെ ഞാനൊക്കെ ഉണ്ടാക്കിയെടുത്ത പോലെ നമ്മുടെ ഒരു ലിമിറ്റേഷനിൽ നിന്ന് നമ്മൾ ചാനലിന് വേണ്ടിയിട്ടുള്ള എന്താണെന്നുണ്ടെങ്കിലും ചെയ്യുക. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് എല്ലാവരും ചാനൽ തുടങ്ങണം, എല്ലാ മലയാളികളും ചാനൽ തുടങ്ങണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ചാനൽ തുടങ്ങുക, നല്ല അടിപൊളിയായിട്ട് വീഡിയോസും വ്ളോഗ് ചെയ്യുക. നമ്മളെല്ലാവരും വീഡിയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വ്ളോഗ് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും നേരിടുന്ന വരുന്ന ഏറ്റവും വലിയൊരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ നെഗറ്റീവ്സ് വരുന്നതാണ്. എനിക്ക് വരുന്ന കമൻറ്റൊക്കെ ഒന്ന് കാണുക, ഞാൻ എല്ലാം റിമൂവ് ചെയ്യുന്നതാണ് സത്യം പറഞ്ഞാൽ. ആ സ്പോട്ടിൽ എന്നെ തെറി പറയാറുണ്ട്, എൻ്റെ വീട്ടുകാർ തെറി പറയാറുണ്ട്. വെറുതെ അങ്ങ് തെറി പറഞ്ഞേക്കോ, പോടി ഡാഷ് എന്നൊക്കെ പറഞ്ഞ് പച്ച തെറി അങ്ങ് വിളിച്ച് പറഞ്ഞേക്കോ. സത്യം പറഞ്ഞാൽ അതൊക്കെ കൊണ്ട് അവർക്ക് എന്താ കിടന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും വേണ്ട, ദയവ് ചെയ്ത് ഉപദ്രവിക്കാനായിട്ടിരുന്നൂടെ എന്ന്. പക്ഷെ ഞാൻ പിന്നീട് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു സത്യം പറഞ്ഞാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നടന്മാർ, പ്രത്യേകിച്ച് നടികൾ, എന്തോരം ഹരാസ്മെൻറ്റാണ് നേരിടേണ്ടി വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു കരിയറൊക്കെ വിട്ടിട്ട് അങ്ങ് വേറൊരു ലൈഫിലോട്ട് പോകണ്ടേ. പക്ഷെ അപ്പോഴും അവർ കണ്ടിന്യൂ ചെയ്യുവാണ്. അപ്പോൾ ആ ഒരു കാര്യം തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. നമുക്ക് ഈ ഒരു ലൈഫിൽ, നമ്മുടെ ഈ ഒരു വ്ളോഗേഴ്സ് ലൈഫിൽ നമുക്ക് ഒരുപാട് നെഗറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ വരും. പക്ഷെ നമ്മളതൊന്നും ഓർത്ത് തളരണ്ട. നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ നല്ല ബെസ്റ്റായിട്ട് ചെയ്യും. നമ്മളിതിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. ഇന്ന് ഞാനൊരു വീഡിയോ ഇട്ട് എനിക്ക് വ്യൂസ് ഇല്ല, മറ്റന്നാളൊരു വീഡിയോ ഇട്ട് എനിക്ക് വ്യൂസ് ഇല്ല, പിന്നെ ഒരു വീഡിയോ ഇട്ട് വ്യൂസ് ഇല്ല, അങ്ങനെ 5-6 വീഡിയോസ് ഇട്ടിട്ട് വ്യൂസ് ഇല്ലെങ്കിലും പിന്നെയും നമ്മൾ തളരാതെ നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുക. എന്തെങ്കിലും ഒരു ദിവസം നമുക്കായിട്ടൊരു ദിവസം എന്തായാലും ഉണ്ടാകും. കാരണം ഹാർഡ് വർക്ക് ചെയ്താലും നമ്മൾക്കറിയാമല്ലോ, പൗലോ കൊയ്ലോ ഡയലോഗ് പോലെ നമ്മുടെ ഈ ലോകം നമ്മുടെ കൂടെ കാണും. നമ്മൾക്ക് ആ ഒരു തീവ്രമായിട്ടുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനായിട്ടുള്ളത്. നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക. എന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഹാർഡ് വർക്കിന്
ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും. ക്ഷമയോടുകൂടി, ക്ഷമയ്ക്ക് ആട്ടിൻ സൂപ്പിൻ്റെ ഫലം ചെയ്യുമെന്നാണ് ബൈബിളിലൊക്കെ പറയാറുള്ളത്. അതുകൊണ്ട് ക്ഷമയോടുകൂടി നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചാനൽ പതിയാണെന്നുണ്ടെങ്കിലും പക്ഷേ ഗ്രോ അപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആരും തളരണ്ട, നെഗറ്റീവ്സ് കണ്ടിട്ട് തളരണ്ട, നല്ല ഫോണിലെന്ന് കരുതി തളരണ്ട, നല്ല ട്രൈപ്പോഡിലെന്ന് കരുതി തളരണ്ട. ഇതൊക്കെ വെച്ചിട്ട് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് നോക്കുക. അത് കഴിയുമ്പോൾ ഈ പറയുന്ന നമ്മൾ ആഗ്രഹിച്ച സംഭവങ്ങളെല്ലാം നമ്മുടെ ലൈഫിൽ ഇങ്ങോട്ട് തന്നെ വരുന്നതാണ്. ഓരോരോ കാര്യം മാത്രം ചെയ്യുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, അത്രയും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഹെൽപ്പിംഗ് അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ട്. മുമ്പ് ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നത്, പക്ഷേ ഈ ഇടയായിട്ട് എനിക്ക് കുറച്ച് എക്സാമിൻ്റെയും കുറച്ച് പഠിത്തത്തിൻ്റെ സ്ട്രെസ്സ് കൂടുതൽ വരുന്നുണ്ട്, പ്രോജക്റ്റൊക്കെ ഉള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അധികം സോഷ്യൽ മീഡിയാസ് ഒന്നും യൂസ് ചെയ്യാത്തത്. പക്ഷേ എന്നാലും എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ടുണ്ടെങ്കിലും എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നല്ലോ ഇന്നത്തെ വീഡിയോ വലിയൊരു സംഭവമുള്ള വീഡിയോ ഒന്നുമല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ കൊണ്ട് ഒരൊറ്റ ആൾ മതി, ആ ഒരൊറ്റ ആൾക്കെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ആകുമെങ്കിൽ എനിക്ക് അതാണ് സന്തോഷം. അത്ര ഞാനും ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അത്രയുള്ള കാര്യം. പിന്നെ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ കാണുന്ന ഓൾ എന്ന് പറയുന്ന ബെല്ലൈക്കൺ വേണം പ്രസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.